2 കൊരിന്ത്യർ അധ്യായം 6. ദൈവത്തിന്റെ സഹപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ പ്രാപിച്ച ദൈവകൃപ വ്യർത്ഥമാക്കരുത്. പ്രസാദകാലത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോളാകുന്നു ദൈവത്തിന്റെ സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. ഞങ്ങളുടെ ശുശ്രൂഷയെ ആരും പഴിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർക്കും പ്രതിബന്ധം സൃഷ്ടിക്കുന്നില്ല. ഞങ്ങൾ എല്ലാവിധത്തിലും ദൈവത്തിന്റെ ശുശ്രൂഷകരെന്ന് മഹാസഹിഷ്ണുതയിലൂടെ ഞങ്ങളെ തന്നെ കാണിക്കുന്നു. കഷ്ടതകൾ, വൈഷമ്യങ്ങൾ, ദുരിതങ്ങൾ, തല്ല്, തടങ്കൽ, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി എന്നിവയിലും നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ എന്നിവയിലും പരിശുദ്ധാത്മാവിലും ആത്മാർത്ഥ സ്നേഹത്തിലും സത്യഭാഷണത്തിലും ദൈവശക്തിയിലും തന്നെ ഞങ്ങൾ ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് മാനാപമാനങ്ങളിലൂടെയും ദുഷ്കീർത്തി സൽകീർത്തികളിലൂടെയും കടന്നുപോകുന്നു. പരമാർത്ഥികളെങ്കിലും വഞ്ചകരായും അറിയപ്പെടുന്നവരെങ്കിലും അറിയപ്പെടാത്തവരായും കരുതപ്പെടുന്നു. ഞങ്ങൾ മരിക്കുന്നുവെങ്കിലും ജീവിക്കുന്നു, അടി കൊള്ളുന്നുവെങ്കിലും കൊല്ലപ്പെടുന്നില്ല. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നു, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നു, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം ഉള്ളവർ തന്നെ. കൊരിന്ത്യരെ, ഞങ്ങൾ നിങ്ങളോട് തുറന്ന് സംസാരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം വിശാലമാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾക്ക് പരിമിതിയില്ല. നിങ്ങളുടെ ഹൃദയങ്ങളിലാണ് അതുള്ളത്. മക്കളോടെന്ന പോലെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളും ഹൃദയവിശാലതയുള്ളവരായിരിക്കുവിൻ. അവിശ്വാസികളുമായി ചേർച്ചയില്ലാത്ത പങ്കാളിത്തമരുത്. നീതിക്കും ദുഷ്ടതയ്ക്കും തമ്മിൽ എന്താണ് യോജിപ്പ്? വെളിച്ചത്തിനും ഇരുളിനും തമ്മിൽ എന്തു കൂട്ടായ്മ? ക്രിസ്തുവിനും ബേലിയാലിനും തമ്മിൽ ഐക്യമോ? വിശ്വാസിക്കും അവിശ്വാസിക്കും പൊതുവായിട്ട് എന്താണുള്ളത്? ദൈവത്തിന്റെ ആലയവും വിഗ്രഹങ്ങളും തമ്മിൽ എന്തു ബന്ധം? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരോടുകൂടെ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവും ആയിരിക്കും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ അവരുടെ ഇടയിൽ നിന്ന് പുറത്തു വന്ന് വേർപെട്ടിരിക്കുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു.